കാറ്റത്തെക്കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയും നികേഷും കൂടെ ചിരിച്ചും കളിച്ചൊക്കെ വരുമായിരുന്നു. ഒരാൾ ജോലിക്കും ഒരാൾ കോളേജിലേക്കും. ആ സമയത്ത് നമ്മുടെ നീതുവിൻ്റെ സഹോദരൻ കാണും. അങ്ങനെ അവരെ പിടിച്ചു നിർത്തും. എന്നിട്ട് പറയും, നീ വലിയ ഗുണ്ടയാണോടി, നീ 5 ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നീ താമസിക്കുന്നൊക്കെ പറയുന്ന കേട്ടല്ലോ നീ എൻ്റെ അമ്മയോട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീതിക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെ ചോദിക്കും, നീ വലിയ ഡയലോഗൊക്കെ അടിക്കില്ല, നീ താമസിച്ചോ, എൻ്റെ പെങ്ങളവിടേക്ക് താമസിക്കാൻ നീ വിളിക്കണ്ട. നീയേ 80 വയസ്സായ അമ്മമ്മമാർ വരെ താമസിക്കാൻ മടിക്കുന്ന ആ വീട്ടിൽ നീ താമസിക്കും 5 ആണുങ്ങളെ കൂടെ. അത് നിൻ്റെ സ്വഭാവം, മനസ്സിലായോ? നീ അതിൽ നിന്നേ എന്നെ മനസ്സിലാക്കാം നീ ആരെന്നുള്ള കാര്യം എന്ന് പറയും. അത് കേട്ടോടുകൂടി നികേഷിന് ദേഷ്യം വരും. നികേഷ് പിടിച്ച് നിന്നുണ്ടാ, എൻ്റെ ഏട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാലുണ്ടാ, നീ പോടാ ചെക്ക, നിന്നെ ഞാൻ ചവിട്ടി കൂട്ടോടാ, ഞാൻ ഇവളോടെന്താ പറഞ്ഞത്, ഇവളതിന് മറുപടി പറയട്ടെ എന്ന് പറയും. അതേടാ, എന്താ കുഴപ്പം, നിന്നേക്കാളും നല്ല ആൾക്കാരുണ്ട് ആ വീട്ടിലുള്ളവർ. നീ ഇപ്പം ഈ മോശമായിട്ട് സംസാരിച്ചില്ലേ, നീന് ശരിക്കും ഗുണ്ട. ആ വീട്ടിലുള്ളൊരു ഗുണ്ടകളല്ല, അതവിടെ താമസിക്കുന്നത് കൊണ്ട് എനിക്കറിയാം. ഞാൻ താമസിക്കും, നിൻ്റെ പെങ്ങളെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടാൽ മതി, ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞ് നിധി വിട്ടുകൊടുക്കില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സംസാരമുണ്ട്. അപ്പം നിധിനെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുമ്പോൾ നികേഷ് വീണ്ടും അവനെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ നിധി നികേഷിനെ പിടിച്ചു വലിച്ച് കൊണ്ടുവരും. എന്നിട്ട് അവനെ ഏട്ടത്തി ഇത് മോശമായി പോയിട്ട് അവനൊന്ന് കൊടുക്കണമായിരുന്നു. എടാ അവർ 3 പേരുണ്ട്, അവർ കൂടി നിന്നെ തല്ലിയാലോ, തല്ലിക്കോട്ടെ, ഞാൻ കൊള്ളും, എന്നാലും കുഴപ്പമില്ല, ഏട്ടത്തിനെ കുറിച്ച് നമ്മളെ വീടിനെ കുറിച്ചൊക്കെ മോശമായി സംസാരിച്ചില്ല അവൻ. ഇത് ഞാൻ എന്തായാലും സുധീഷ് ഏട്ടനോടും ഹരീഷ് ഏട്ടനോടും പറഞ്ഞു കൊടുക്കും. ഇതിന് പകരം വീട്ടിലെങ്കിൽ ഞാൻ നികേഷല്ല എന്നൊക്കെ പറയും. എടാ, ഇനി അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം വേണ്ട, നീ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, അവരത് ചോദ്യം ചെയ്ത് വഴക്കായി. അല്ലാണ്ട് തന്നെ സുഹൃത്തിൻ്റെ ഒരാളെ പേരിൽ പോലീസ് കേസ് കെടുക്കണ് കണ്ടില്ലേ, ലൈസൻസ് പോലും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്നത്. ഇനിയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട നീ കാരണം. മാത്രമല്ല നാട് മുഴുവൻ അറിയും. അപ്പോൾ അവിടെ ചർച്ച വരുന്നത് എന്നെക്കുറിച്ചിന്. അപ്പോൾ അവരെന്ത് പറയുക, 5 ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഞാൻ താമസിക്കുന്നു പറഞ്ഞാൽ ഇപ്പം ഈ വൃത്തികെട്ടാൻ പറഞ്ഞ പോലെയല്ലേ നാട്ടുകാരും പറയൂലേ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇല്ല എന്നാൽ വേണ്ട, ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോരും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷ് വീട്ടിൽ വെറുതെ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നു, ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ ചോറൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ വടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലേറ്റ് അങ്ങോട്ടും പോകില്ലല്ലോ, നിങ്ങൾക്ക് പതുക്കനെ തിന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നു. നീ പോടാ, നീ എന്തിനാ ഇത്രയും പ്രായമായി എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, തിന്നണത് എങ്ങനെയാണെന്നൊക്കെ എന്ന് പറയും. എന്നിട്ട് 2 പേരും കൂടെ 1 2 പറയും. നിനക്ക് പണിയില്ലല്ലോ, നീ ഇവിടെ വെറുതെ ഇരിക്കണില്ലേ എന്ന് പറയും. നിങ്ങൾ പിന്നെ കാലങ്ങളായിട്ട് ഇവിടെ വെറുതെ ഇരിക്കുന്ന ആളല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് എന്ത് പറയാൻ യോഗ്യത, ഞാൻ എൻ്റെ ചിലവിനുള്ള ഞാനിപ്പോഴും പണിയെടുക്കണ്ടെന്ന് പറയും. ബാറി കൊടുക്കാനല്ലേ, അല്ലാണ്ട് വേറെ ഒന്നിനല്ലല്ലോ, പോടാ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് ഫോൺ ബെല്ലടിക്കും. അപ്പോൾ അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ മാഡം കുറച്ച് ദിവസത്തേക്ക് തള്ളി വയ്ക്കാൻ പറ്റുമോ കേസ് എന്ന് ചോദിക്കും. അതെന്താ, നിങ്ങൾക്ക് 2 പേർക്കുമല്ലേ ഡിവോഴ്സ് വേണമായിരുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ വൈഫ് അങ്ങനെ പറഞ്ഞാലും കൂടി എനിക്കിഷ്ടമില്ല മാഡം, ഞാൻ മനസ്സുകൊണ്ട് അനുവദിച്ചിട്ടല്ല അന്ന് ഒപ്പിട്ട് തന്നേന്ന് പറയും. എന്തായാലും ഒരു കാര്യം ചെയ്യും, എനിക്ക് കോടതിയിൽ ഞാനത് കൊടുത്ത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. ഒരു കാര്യം നിങ്ങൾ ഭാര്യയായിട്ട് സംസാരിക്കുക, എന്നിട്ട് എന്നെ വിളിക്കുമെന്ന് പറയും. അങ്ങനെ സുധീഷിന് ഭയങ്കര ടെൻഷനാവും. അങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലും. സുഭാഷ് ചേട്ടൻ ചോദിക്കും, എന്താടാന്ന് ചോദിക്കും. പറയും, വക്കീൽ വിളിച്ചിട്ടുണ്ടായി ചേട്ടാ, എനിക്കൊരു സമാധാനമില്ല, നിധിനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ നിങ്ങൾ ഡിവോഴ്സായാൽ എനിക്കത് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ലടാ, അവളത് ചെയ്യുമോ, ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്ന് പറയും. വേണ്ട നിങ്ങൾ സംസാരിച്ചാൽ അവൾ 2 ഡയലോഗ് ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങളത് ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ അവളെ ഭാഗം നിൽക്കും, വേണ്ട ചേട്ടാന്ന് പറയും. എടാ, അവളിങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം എനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലടാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ സുധീഷ് ഓർക്കണത് നമ്മുടെ സുഭാഷ് രാത്രി കൂർക്കം വലിച്ചുറങ്ങണത്. പിന്നെ എന്തിനാ ചേട്ടാ ഇങ്ങനെ നട്ടാക്ക് കിളുക്കാത്ത നോണ പറയുന്നത്, ചേട്ടൻ നല്ല കൂർക്കം വലിച്ചുറങ്ങണത് ഞാൻ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അത് പിന്നെ ഇവിടുത്തെ പണി വീട്ടിലെ പണിയും കൂടെ ആകുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോണാണ്, എൻ്റെ വിഷമം എനിക്കിങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയും. ചേട്ടൻ പറയണ്ട, എന്തായാലും ഞാൻ തന്നെ 2 കൽപ്പിച്ച് പറയാൻ പോകുമെന്ന് പറയും. നീ എന്ത് പറയും? ഞാൻ പറയും, എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമാണെന്നും ഡിവോഴ്സിന് എനിക്ക് സമ്മതമല്ലാന്ന് ഞാൻ തുറന്ന് പറയാൻ പോകുന്നു ചേട്ടാ, ഇത്രയും നാളായിട്ട് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ഡിവോഴ്സിന് ശേഷം അവൾ എന്നോട് ചോദിക്കുക, സുധീഷ് എന്തുകൊണ്ട് സുധീഷിൻ്റെ മനസ്സിലുള്ളത് എന്നോട് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു അവസരം വേണ്ടല്ലോ, ഞാനങ്ങോട്ട് പറയാൻ പോണ്. എന്നാൽ ശരി നീ പറയുന്ന പറയും. ഞാൻ എല്ലാം അവളോട് തുറന്ന് പറയുന്ന. അപ്പം നീ എല്ലാം തുറന്ന് പറയണ്ട, അവളോട് നോണ പറഞ്ഞതൊന്നും തിരുത്തി പറയാൻ നിൽക്കണ്ട, കാരണം നോണ പറയുന്ന ആണുങ്ങളെ പെൺപിള്ളേർക്ക് ഇഷ്ടമില്ല എന്നാണ് ഞാൻ കേട്ടേക്കണേന്ന് പറയും. ശരി ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറയില്ല, ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് മാത്രം പറയുള്ളൂ എന്ന് പറഞ്ഞ്
സുഭാഷിനെ കെട്ടിപ്പിടിക്കും. നിറച്ച് പൊടി എടുക്കണ്ട, കെട്ടിപ്പിടിക്കണ്ട, എന്നാലും സാരില്ല എന്ന് പറയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നുണ്ട്. പിന്നെ നിധിര കാണിക്കുന്നത് നിധിര ഓഫീസിൻ്റെ അവിടെ കാറും കൊണ്ട് വന്ന് കിടക്കണ് സുധീഷ്. എന്നിട്ട് നിധിനെ വിളിക്കാൻ വേണ്ടി കാത്തുക്കണം. സുധീഷേ, നിൻ്റെ നാവ് മര്യാദയ്ക്കൊക്കെ വെച്ച് നല്ല രീതിയിൽ പെരുമാറണേന്നൊക്കെ സുധീഷ് സ്വയം പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് നിധി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, കൂട്ടുകാരിനെയും കൊണ്ടാണ് ഇറങ്ങണത്. ഇറങ്ങി ഇങ്ങനെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് സുധീഷ് ഓടി വരുന്നുണ്ട് നിധിയുടെ പിന്നാലെ. അപ്പോൾ സിദ്ധാർത്ഥ് സരസ്വതി അവിടെ വന്ന് കാർ ഇറങ്ങുന്നത്. നിധി വീട്ടിലേക്കാണോ, ബാ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറയും. അത് വേണ്ട സാർ, ഞാൻ പൊക്കോളാന്ന് പറയും. അതെന്താ നിധി, നിധി പോണ വഴിയിലല്ലേ, പോണ വഴി കൂടെ അല്ലേ ഞാൻ പോണത്, പിന്നെന്താ ഇറക്കി തന്നാലെന്ന് പറയും. ഓ, അപ്പം നിധിനെ മാത്രമേ ഇറക്കുള്ളൂ, എന്നെ വിളിക്കില്ലേന്ന് ചോദിക്കും. നിൻ്റെ വീട്, നീ ഇവിടെ അടുത്തല്ലേ, അതുകൊണ്ടാണ് വിളിക്കാൻ ഞാൻ, നിധി വായോ എന്ന് പറയും. അപ്പോൾ നിധിക്ക് ഭയങ്കര വിഷമാവും. പെട്ടെന്ന് തന്നെ സുധീഷ് നിധി എന്ന് വിളിക്കും. സുധീഷ് എന്താ ഇവിടെ എന്ന് ചോദിക്കും. ഞാൻ നിധിനെ വിളിക്കാൻ വന്നതാന്ന് പറയും. അപ്പോൾ സിദ്ധാർത്ഥ് പറയും, ഓ നീ നിധിയുടെ കസിനല്ലേ, വെല്ലിശൻ്റെ മോൻ, ശരി എന്നാൽ ബ്രദറിനായിട്ട് പൊക്കോന്ന് പറയും. എന്നിട്ട് സുധീഷ് ഷെയ്ക്കൻ്റെ കൊടുക്കും. സുധീഷ് മനസ്സോടെ ഷെയ്ക്കൻ്റെ ഒക്കെ സ്വീകരിക്കും. എന്നിട്ട് പറയും, ബ്രദർ അല്ലടാ നിൻ്റെ അമ്മായിച്ച എന്നൊക്കെ മനസ്സിൽ പറയും. അങ്ങനെ സിദ്ധാർത്ഥ് പോകും, കൂട്ടുകാരിയും പോകും. അപ്പം എന്താ സുധീഷ് ഇവിടെ വന്നത് എന്ന് ചോദിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് നിധിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്ന് പറയും. അത്യാവശ്യമാണോ എന്ന് ചോദിക്കുമോ. എന്നാൽ നിധി സുധീഷിനെ മുഖം കണ്ടിട്ട് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്ന് പറയും. ടെൻഷൻ ഒന്നുമില്ല, അത്യാവശ്യ കാര്യം പറയാണ്ട്, വായു ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. എന്നാൽ ശരി പോകാം. അപ്പോൾ വീട്ടിലൊന്നും സംസാരിക്കാൻ പറ്റില്ല, വീട്ടിലൊന്നും സംസാരിക്കാൻ പറ്റാത്ത കാര്യമാണ് നിധി, ഒന്ന് പുറത്ത് പോകാമെന്ന് പറയും. ആ ശരി വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് കടപ്പുറത്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ കടലേക്ക് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പറയും, എന്തോ പറയാനുണ്ടെന്നുണ്ടൊന്നും പറയണില്ലല്ലോ എന്ന് നിധി പറയും. നിധി കടല കുറച്ചുകൊണ്ട് കടൽ കണ്ടുകൊണ്ട് കടല കുറച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും. 2 മിനിറ്റോടെ കടലിൻ്റെ മുഖത്തേക്ക് പോയിട്ട് എഴുത്തേക്ക് പോയിട്ട് സുധീഷേ എനിക്ക് സംസാരിക്കാനുള്ള ധൈര്യം തരണേന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അടുത്ത് വീണ്ടും വന്നിരിക്കും. എന്നിട്ട് പറയും എന്താ പറയാണ്ടെന്ന് ചോദിക്കും. എടോ, എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയാൾ അതോർത്ത് കഴിഞ്ഞിട്ട് എന്നോട് ദേഷ്യം തോന്നരുത്. അത് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെടുക്കുകയും ചെയ്യണം, അല്ലാതെ എന്നോട് പിണങ്ങുകയും മറ്റും ചെയ്യരുത്, വീട്ടിൽ നിന്ന് പോകുക അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറയും. സുധീഷ് പറ എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഇരിക്കിന്. പറയും, ഇയാളെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് നമ്മൾ രണ്ടു കൂട്ടരും കൂടെ കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസിയതല്ലേ, ഇയാളെ കല്യാണം കഴിക്കാൻ പോണ ആ കങ്കാരു ഉണ്ടായിരുന്നില്ല, ഓസ്ട്രേലിയൻ കങ്കാരു, അവൻ്റെ തെറ്റണെന്ന് പറഞ്ഞ് താൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ ആദ്യമായിട്ടെന്ന് പറയും. അന്ന് ഞാൻ ഈ നിധിനെ ആദ്യമായിട്ട് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സപ്പോർട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയും. അപ്പോൾ നിധിക്ക് ഇങ്ങനെ അത്ഭുതമായിട്ടാണ്. നിധി ഇങ്ങനെ അത്ഭുതത്തോടെ സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കണ്. പിന്നെ ഞാൻ എന്നും ആലോചിക്കും ഇയാളെങ്ങനെ ഒന്ന് കാണാമെന്ന്. അപ്പോൾ ഭാഗ്യം പോലെ ഇയാളെ വീട്ടിൽ ഡ്രൈവറായിട്ട് ദൈവം എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തന്ന വഴികളായിട്ടാണ് ഞാനത് കണ്ടിരുന്നതെന്ന് പറയും. അപ്പോൾ നിധി ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ സുധീഷേ അത് എന്ന് പറയും. നിധി എന്നെ വിവാഹം കഴിച്ചത് എന്നെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ ഇയാളെ ഞാൻ ശരിക്കും എൻ്റെ വൈഫായിട്ട് എന്നെ കാണണേന്ന് പറയും. അപ്പം നിധി വീണ്ടും വല്ലാണ്ടാവും. എനിക്കൊന്നും പറയാൻ പറ്റില്ല സുധീഷേ, ഞാൻ അങ്ങനെയെന്ന് പറയും. ഇയാളൊന്നും പറയണ്ട, ഞാൻ പറയാനുള്ളതൊന്ന് കേൾക്ക് എന്ന് പറയും. അത് നിധി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് വല്ലായ്മയോടെ ഇങ്ങനെ നിൽക്കണം. ഇയാൾക്കറിയോ, അന്ന് തുടങ്ങി ഇന്ന് വരെയും എൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണില്ലേ, ഇയാൾ പറഞ്ഞില്ലേ രണ്ടുപേർക്കും വിവാഹബന്ധം ഏർപ്പെടുത്തിയ രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന്. എന്നാൽ ഈ വിവാഹബന്ധം ഏർപ്പെടുത്തി നിധി പോയാലും എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണുണ്ടാവില്ല, എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഭാര്യയുള്ളൂ, അത് നിധിയെന്ന് പറയും. അപ്പം നിധി ഇങ്ങനെ ആകെ വിഷമിച്ച് അന്തം വിട്ട് നിൽക്കണ്, എന്ത് പറയണമെന്ന് അറിയില്ല. പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗമാണ്. പ്രമോഭാഗത്തിലും രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതിന് കാണിക്കുന്നത്. അപ്പോൾ സുധീഷിനോട് നിധി പറയുന്നത്, അതെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ കാരണം ഇയാളുടെ ജീവിതം നശിച്ചു, ഇയാളുടെ നല്ലൊരു ഭാവി ഞാൻ കാരണം കളഞ്ഞു എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാനിരിക്കുന്നതെന്നൊക്കെ നിധി പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഇങ്ങനെ പറയുന്നത്, എനിക്ക് കടലിനേക്കാൾ അറബിക്കടലിനേക്കാളും ഇഷ്ടം കൂടുതലാണ് എനിക്ക് നിധി, അതിനേക്കാൾ ഇരട്ടി ഇഷ്ടമാണ്, ഞാൻ നിധിയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ അപ്പോൾ ഇത് അറബിക്കടലല്ല എന്ന് പറഞ്ഞ് നിധി അപ്പോൾ ഒരു കൗണ്ടർ അടിക്കുന്നുണ്ടെങ്കിലും സുധീഷിൻ്റെ ഇഷ്ടം തള്ളിക്കളയാണ്ട് നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.